ഹായ്, ഫൈനാൻഷ്യൽ ഫ്രീഡം അങ്ങോട്ടുള്ളൊരു ഗോൾഡൻ ടിക്കറ്റാണ് ട്രേഡിംഗ് എന്ന് വിചാരിക്കുന്നുണ്ടോ? ദെൻ ഐ ഹാവ് എ വെരി ബാഡ് ന്യൂസ് ഫോർ യു. പല ട്രേഡേഴ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടാണ്. 9 to 5 ജോബൊക്കെ ക്വിറ്റ് ചെയ്യാം, ഒരുപാട് പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അച്ചീവ് ചെയ്യാം. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങൾ. ആക്ച്വലി ഈ സ്വപ്നങ്ങളെല്ലാം അവരിലേക്ക് മറ്റാരോ ഇംപ്ലാന്റ് ചെയ്തതാണ്. എനിവേ ഇറ്റ്സ് യുവർ ഡ്രീം. ബട്ട് വാട്ട് ഇഫ് ഐ ടോൾഡ് യു, എക്സാക്ട്ലി നിങ്ങളുടെ ഫെയിലിയറിന് കാരണം ഈ സ്വപ്നങ്ങളായിരിക്കും. അതുപോലൊരു സ്വപ്നം വിൽക്കാൻ വന്നതല്ല ഞാൻ. ഫ്ലാഷിങ് പ്രോഫിറ്റ്സ് ഒക്കെ ഉള്ള ഡെയിലി ഹ്യൂജ് PNL ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നൊരു മില്യണയർ ട്രേഡറൊന്നുമല്ല ഞാൻ. നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിലൊരു മാജിക് സ്ട്രാറ്റജി ഒന്നുമില്ല. ഓവർനൈറ്റിൽ നിങ്ങളെ റിച്ച് ആക്കുന്ന ഒരു ഐഡിയ ഞാൻ തരാനും പോകുന്നില്ല. ബട്ട് വാട്ട് ഐ ഡു ഹാവ് ഈസ് സം ട്രൂത്ത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സത്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. തെറ്റിൽ നിന്ന് ശരി പഠിച്ചപ്പോൾ ആ ഒരു ജേണിയിൽ ഞാൻ റിയലൈസ് ചെയ്ത മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരിക്കും ഈ ഒരു സീരീസിൻ്റെ തുടർന്നുള്ള വീഡിയോസ്. പലരെയും പോലെ തന്നെ ഞാനും തുടങ്ങിയത് ഇതുപോലെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടും അതുപോലെ ഒരുപാട് സ്ട്രാറ്റജീസ് ഒക്കെ പഠിച്ച് അത് ചെയ്ത് നോക്കി, വർക്കാവുന്നില്ല, അടുത്ത സ്ട്രാറ്റജി പഠിച്ചു, അത് ചെയ്ത് നോക്കി, അടുത്ത സ്ട്രാറ്റജി പഠിച്ചു. അങ്ങനെ തന്നെയാണ് ഞാനും ട്രേഡിങ്ങിലോട്ട് തുടങ്ങിയത്. ആൻഡ് ഗസ് വാട്ട്, നൺ ഓഫ് ഇറ്റ് വർക്ക്ഡ്. ട്രേഡിംഗ് എന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഓർ പാറ്റേൺസ്. പ്രൈസ് മൂവ് ചെയ്യാനുള്ള റിയൽ റീസൺ എന്താണ്, മൂവ് ചെയ്യിക്കുന്ന റിയൽ ഫോഴ്സ് എന്താണ് എന്ന് മനസ്സിലാക്കലാണ് ട്രേഡിംഗ്. ഒരു എക്സാമ്പിളിന് വേണ്ടി പറയാം. നിങ്ങൾ മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് കണ്ടു, ഒരു നല്ലൊരു അപ്വേർഡ് മൂവ്മെൻറ്റ് കണ്ടു. ആൻഡ് ആ ഒരു ടൈമിൽ ആ ഒരു മൂവ്മെൻറ്റിൽ ഓക്കെ നിങ്ങൾക്ക് തോന്നി ഈ ഒരു മൂവ്മെൻറ്റ് ഞാൻ ട്രേഡ് ചെയ്യാം. ആൻഡ് ആ ഒരു ടൈമിൽ നിങ്ങൾക്കൊരു നല്ലൊരു എൻട്രി സിഗ്നൽ കിട്ടുകയാണ്. വാട്ട് എവർ സ്ട്രാറ്റജി യു ആർ യൂസിങ്, നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു നല്ലൊരു എൻട്രി സിഗ്നൽ കിട്ടുകയാണ്. ആൻഡ് നിങ്ങളവിടെ എൻട്രി എടുത്തു. ആൻഡ് നെക്സ്റ്റ് പ്രൈസ് ചെയ്തത് ഡയറക്റ്റ്ലി നിങ്ങളുടെ സ്റ്റോപ്പ് ലോസിലോട്ടാണ് പോയത്. സ്റ്റോപ്പ് ലോസ് അടിച്ച് ദെൻ പ്രൈസ് റിവേഴ്സ് ചെയ്ത് ആ പഴയ മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തു. എന്തുകൊണ്ടായിരിക്കും അത്? അങ്ങനെ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ച ശേഷം മാർക്കറ്റ് ആ മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തത് എന്തുകൊണ്ടായിരിക്കും? നിങ്ങളുടെ ബാഡ് ലക്ക് ആണോ? നോ, ഇറ്റ്സ് നോട്ട് യുവർ ബാഡ് ലക്ക്. മാർക്കറ്റ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ്. പക്ഷേ മാർക്കറ്റ് വളരെ പ്രിസൈസ് ആയിട്ടുള്ളൊരു കാര്യം കൂടെയാണ്. അവിടെ നടക്കുന്ന എല്ലാ കാര്യത്തിനും ലോജിക്കലി എന്തോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു ഒരു കാര്യമാണ്. എല്ലാത്തിനും ഓരോ ലോജിക്കുണ്ട്. സോ അവിടെ നിങ്ങളുടെ ബാഡ് ലക്ക് ഒന്നുമല്ല. അല്ലെങ്കിൽ അതിങ്ങനെ പറയാം, നിങ്ങൾ ഫെയിൽ ആവുന്നത് മാർക്കറ്റിനോ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വേറെ കുറച്ച് പാർട്ടിസിപ്പൻസിനോ ആവശ്യമായിരിക്കും. മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ RSI, MACD ഓർ ട്രെൻഡ് ലൈൻസ് ആൻഡ് ഈ പറയുന്ന പോലെ സോ കോൾഡ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ഇതൊന്നുമല്ല. They are just technical indicators that can show the market is moved. മാർക്കറ്റ് മൂവ് ആയി എന്ന് പറഞ്ഞു തരാൻ പറ്റുന്ന, കാണിച്ചു തരാൻ പറ്റുന്ന ഇൻഡിക്കേറ്റേഴ്സ് ആവണം ഇതെല്ലാം. അതുകൊണ്ടാണ് പല ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും ലാഗിങ് ആണെന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ബേസ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്? ആരാണ് വിൽക്കുന്നത്, ആരാണ് വാങ്ങുന്നത്, ഇത് എപ്പോഴാണ് സംഭവിക്കുന്നത്, ഈ ബൈയിങ്ങും സെല്ലിങ്ങും എവിടെ വെച്ചാണ് നടക്കുന്നത്? ഇതാണ് ദ റിയൽ റീസൺ. മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള, പ്രൈസ് മേലോട്ടോ താഴോട്ടോ അല്ലെങ്കിൽ അവിടെ തന്നെ സ്റ്റാൾ ചെയ്യാനുള്ള റിയൽ റീസൺ സെല്ലിങ്ങും ബൈയിങ്ങും പ്രഷർ മാത്രമാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ യു ആർ നോട്ട് ട്രേഡിങ്, യു ആർ ജസ്റ്റ് ഗാംബ്ലിങ് അറൗണ്ട്, യു ആർ നോട്ട് ട്രേഡിങ്. മെജോറിറ്റി ഓഫ് ട്രേഡിംഗ് എഡ്യൂക്കേഷനും സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങളെ ഒരു നോർമൽ റീറ്റെയിൽ ട്രേഡറായിട്ട് മാത്രം തിങ്ക് ചെയ്യാനാണ്. അങ്ങനെയാണ് മെജോറിറ്റി ഓഫ് ട്രേഡിംഗ് എഡ്യൂക്കേഷനും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പല സത്യങ്ങളും നിങ്ങളിൽ നിന്നും മറയ്ക്കുന്നുണ്ട്. ഓറൽസ് ആ രീതിയിലുള്ള ട്രേഡിംഗ് എഡ്യൂക്കേഷൻ പല സത്യങ്ങളിൽ നിങ്ങളിൽ നിന്നും കവറപ്പ് ചെയ്യുന്നു. അങ്ങനെയും കൂടെ അർത്ഥമുണ്ട്. ബട്ട് ദ റിയൽ മണി അതെവിടെയാണെന്നറിയോ? ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പോലെ നിങ്ങൾ തിങ്ക് ചെയ്ത് തുടങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വൈ ദ മാർക്കറ്റ് ഈസ് മൂവിങ് ലൈക്ക് ദിസ്, വേർ ഈസ് ദ മണി. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങും. ആൻഡ് അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് തിങ്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പോലെ തിങ്ക് ചെയ്യാൻ നിങ്ങളെ അനുവദിക്കുന്നില്ല ട്രഡീഷണൽ ആയിട്ടുള്ള ഇപ്പോൾ നിലനിൽക്കുന്ന മെജോറിറ്റി ഓഫ് ട്രേഡിംഗ് എഡ്യൂക്കേഷനാണ്.
ആൻഡ് ദാറ്റ്സ് വൈ ഐ ആം സ്റ്റാർട്ടിങ് ദിസ് ചാനൽ. നമ്മൾ ഈ കാണുന്ന ചാർട്ട്സിൻ്റെ പ്രൈസിൽ മേലോട്ടും താഴോട്ടും പോകുന്നുണ്ട്. ഈ ചാർട്ട്സിൻ്റെ ബിഹൈൻഡിൽ എന്താണ് നടക്കുന്നത്, ഈ ബിഹൈൻഡ് സിനാരിയോ എന്താണെന്ന് പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ എക്സ്പോസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ എൻ്റെ ജേർണി ഡോക്യുമെൻ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ആൻഡ് ദിസ് ഈസ് മൈ ഫസ്റ്റ് വീഡിയോ ഇൻ ദിസ് ചാനൽ. നോ ഹൈപ്പ്, നോ ഫേക്ക് ഗുരൂസ് ഓർ നോ എക്സ്പേർട്ട് സജഷൻസ്. വളരെ റോ ആയിട്ടുള്ള, കംപ്ലീറ്റ്ലി റോ ആയിട്ടുള്ള, ഒട്ടും ഫിൽട്ടർ ചെയ്യാത്ത ഒരു ലേണിംഗ് വേ ആയിരിക്കും. ഇങ്ങനെ റീസൈക്കിൾ ആയിക്കൊണ്ടിരിക്കുന്ന ട്രേഡിംഗ് അഡ്വൈസസ് ഒക്കെ കേട്ട് മടുത്തെങ്കിൽ, അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങനെയാണ് റിയലി മൂവ് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ റൈറ്റ് നൗ. ഞാൻ ഈ റീസൈക്കിൾ എന്ന് പറയാനൊരു കാരണമുണ്ട്. കാരണം നമ്മളുടെ അക്കാഡമിക് എഡ്യൂക്കേഷൻ പോലെ തന്നെ വളരെ 20 വർഷം മുന്നുള്ള സിലബസാണ് ഇന്ന് പഠിപ്പിക്കുന്നതെന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ് പണ്ടത്തെ പോലെ തന്നെ, നേരത്തെ പോലെ തന്നെയുള്ള, അല്ലെങ്കിൽ പഴയ അതേ സിലബസ് തന്നെയാണ് ട്രേഡിംഗ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ ഇന്നും പലരും കോഴ്സസ് ഒക്കെ എടുത്ത് 30,000-40,000 രൂപയ്ക്ക് കോഴ്സ് എടുത്ത് പഠിക്കുന്നത്. വൈ? മോഡേൺ ആയിട്ട് ഒരുപാട് ഫെസിലിറ്റീസിലാണ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരുപാട് മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ട്രേഡ് ചെയ്യുന്നത്. സോ അവർക്കെതിരെ ട്രേഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യുമ്പോൾ ആ പഴയ അതേ പാത്തിലൂടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. നോ, അതുകൊണ്ടാണ് റീസൈക്കിൾ ആയിക്കൊണ്ടിരിക്കുന്ന ട്രേഡിംഗ് അഡ്വൈസസ് മടുത്തെങ്കിൽ മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നു, എന്തിനു മൂവ് ചെയ്യുന്നു, എപ്പോൾ മൂവ് ചെയ്യും എന്നറിയണമെങ്കിൽ ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ റൈറ്റ് നൗ. അത് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഫീഡ്സിൽ ഞാനിടുന്ന വീഡിയോസ് വരാനും നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങൾക്കത് കാണാനും ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. സോ ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. ആൻഡ് ഈ ഒരു ജേണിയിൽ നിങ്ങൾക്കും കൂടി ചേരാം. ഇവിടെ ഷോർട്ട് കട്ടൊന്നും ഉണ്ടാവില്ല. ഡയറക്റ്റ്ലി ഒരു സ്ട്രാറ്റജി പഠിപ്പിച്ചിട്ട് അങ്ങനെ ഒരു സ്ട്രാറ്റജി എൻ്റെ കയ്യിലില്ല. ഈവൻ അങ്ങനെ ഒരു ഐഡിയ തന്നിട്ട് നിങ്ങളിത് ചെയ്യൂ എന്ന് പറഞ്ഞു തരുന്ന ഒരു കോഴ്സോ ക്ലാസ്സോ ഒന്നുമല്ല. റിയലി ഒരു ഇന്ന് നടക്കുന്ന ട്രേഡിങ്ങിൻ്റെ ബിഹൈൻഡ് ദ സീൻ എന്താണ്, നമ്മൾ ഈ വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു ട്രേഡിംഗ് ഉണ്ടല്ലോ, ചാർട്ട്സ്. ഈ ചാർട്ട്സിൻ്റെ പുറകെ എന്താണ് നടക്കുന്നത്? ചാർട്ട്സിൽ ആക്ച്വലി റിയാക്ഷൻസ് ആണല്ലോ സംഭവിക്കുന്നത്. ബട്ട് ആ റിയാക്ഷനുള്ള കാറ്റലിസ്റ്റ് എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ നടന്നത് എന്നുള്ള റിയൽ ട്രൂത്ത് അറിയണമെങ്കിൽ അങ്ങനെ ഒരു ലേണിംഗ് വേ ആയിരിക്കും എൻറ്റയർ ഈ ഒരു സീരീസ് മുഴുവൻ. അപ്പോൾ അങ്ങനെയുള്ളൊരു ജേണിയിൽ നിങ്ങളും ജോയിൻ ചെയ്യണമെങ്കിൽ ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് ഷോ യുവർ സപ്പോർട്ട്. താങ്ക് യു.